അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നലെ 13-ാം ദിവസവും അവസാനിച്ചു. ഇന്നലെയും എല്ലാവരും നിരാശയോടുകൂടി തന്നെയാണ് മടങ്ങിയത്. അർജുനെയും ലോറിയെയും കിട്ടുന്നതുവരെയും തിരച്ചിൽ നടത്തണം എന്ന് തന്നെയാണ് ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം. ഇനിയും തിരച്ചിൽ തുടരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അർജുനൻ്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്നും വളരെ സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കാൻ സാധിച്ചു. അത് ഇപ്രകാരമാണ്. കർണാടക കലക്ടർ വിവരം തേടി. തൃശ്ശൂരിലെ മെഷീൻ ഓപ്പറേറ്റർമാർ ഷിരൂരിലേക്ക്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായിട്ടുള്ള തിരച്ചിലിൻ്റെ ഭാഗമാകാൻ തൃശ്ശൂരിലെ അഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് മെഷീൻ ഓപ്പറേറ്റർമാർ കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ബാർജ് നദിയിൽ ഉറപ്പിച്ച് നിർത്താനാകുമോ എന്ന് പരിശോധിക്കാനാണ് ഓപ്പറേറ്റർമാർ പോകുന്നത്. ഹിറ്റാച്ചി ബോട്ടിൽ കെട്ടി നിർമ്മിച്ചതാണ് അഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് മെഷീൻ. കോൾപ്പടവുകളിൽ ചണ്ടിയും ചെളിയും വാരാനാണിത് ഉപയോഗിക്കുന്നത്. കൃഷിവകുപ്പ് വാങ്ങി നൽകിയ ഈ മെഷീൻ ഇപ്പോൾ കാർഷിക സർവകലാശാലയുടെ കയ്യിലാണുള്ളത്. 18 മുതൽ 24 വരെ താഴ്ചയുള്ളിടത്ത് ആങ്കർ ചെയ്യാൻ പറ്റുമെന്നതാണ് ഈ മെഷീനത്തിൻ്റെ പ്രത്യേകത. അഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് മെഷീനെക്കുറിച്ച് കർണാടക കലക്ടർ തൃശ്ശൂർ കലക്ടറോട് വിവരം തേടിയിരുന്നു. കുത്തൊഴുക്കുള്ള പുഴയിൽ യന്ത്രം പരിശോധിപ്പിക്കാനാകുമോ എന്നാണ് പരിശോധിക്കുന്നത്. അതിനായാണ് ഓപ്പറേറ്റർമാർ ഷിരൂരിലേക്ക് പോകുന്നത്. ഇങ്ങനെയാണ് ഒരു വാർത്ത കാണാൻ സാധിച്ചത്. ഈയൊരു പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ അർജുനെയും അതുപോലെ അർജുൻ്റെ വണ്ടിയും കണ്ടെത്താൻ സാധിക്കും എന്നാണ് കരുതുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അത് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.